ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലുള്ള മിത്ത് തന്നെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരുടെയും ജോബ് നഷ്ടപ്പെടുത്തും, ഹ്യൂമൻസ് ബീയിങ്സ് ഫുള്ള് ജോബ്ലെസ് ആകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഹ്യൂമൻസിനെ ജോബ്ലെസ് ആക്കാനല്ല, മറിച്ച് ഹ്യൂമൻസിനെ അസിസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ നമ്മുടെ ടാസ്ക് പ്രൊഡക്റ്റീവ് ആക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം റെപ്പിറ്റേറ്റീവായിട്ടുള്ള ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഡെഫിനറ്റ്ലി റീപ്ലേസ് ചെയ്യപ്പെടും, മറിച്ച് ഒട്ടനവധി ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. 2020 റീസെൻ്റായിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മില്യൺസ് ഓഫ് പുതിയ ജോബ്സാണ് കാരണം വന്നിട്ടുള്ളതെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും മില്യൺസ് ഓഫ് ജോബ്സാണ് അടുത്ത 10 വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ളതും ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങളാരും ജോബ്ലെസ് ആകുമെന്നുള്ള പേടി വേണ്ട. സെക്കൻഡ് മിത്ത് എന്ന് പറയുന്നത് എഐക്ക് ഹ്യൂമൻ ബീങ്സിനെ പോലെ ഫീൽ ചെയ്യാൻ ഇമോഷൻസൊക്കെ ഉണ്ടെന്നുള്ളതാണ്. എത്രയൊക്കെ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നാലും എഐക്ക് ഇമോഷൻസും ഇൻറ്റൻഷൻസും ഒന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എഐ മോഡൽസ് പോലും നമ്മൾ കൊടുക്കുന്ന തരത്തിലുള്ള ഇൻപുട്ട് വെച്ചിട്ട് നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നേ ചെയ്യുന്നുള്ളൂ. ഉദാഹരണം, നിങ്ങളിപ്പം മോസ്റ്റ് അഡ്വാൻസ്ഡുള്ള ChatGPTയുടെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ നിന്നും ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഡെറൈവ് ചെയ്തിരുന്നു മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഇമോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു മിത്താണ് നമ്മൾ TV ഷോസിലും സിനിമാസിലൊക്കെ കാണുന്നില്ല, എഐ കംപ്ലീറ്റ്ലി ഹ്യൂമൻസിനെ ഓവർ പവർ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഹ്യൂമൻസിനെ ഓവർ പവർ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് പറയുന്നത് എഐസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻസ് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നിരുന്നാലും എഐനെ ഡെഫിനറ്റ്ലി മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻസ് എങ്ങനെയാണ് എഐ ടൂൾസിനെ യൂസ് ചെയ്യുന്നത് ഇതിനനുസരിച്ചിരിക്കും അത് തരുന്ന ഔട്ട്പുട്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഹ്യൂമൻ ബീയിങ്സിന് വളരെ സഹായകരമാണ്. എന്നാൽ അത് അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഔട്ട്പുട്ട് ആയിരിക്കുന്നത്. നമുക്ക് ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോബോ എന്ന മൂവിയിലെ ഒരു സീനിനെ എടുക്കാം. അതിലെന്താണ് സംഭവിച്ചതിലേക്ക് സംഭവിക്കണമെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാൻ അത് തിരിച്ചറിയാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോഴും ഒരിക്കലും കുറ്റക്കാരെന്ന് പറയുന്നത് അല്ല, മറിച്ച് ഹ്യൂമൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ അടുത്തൊരു മിത്തുണ്ട്, ടെക് എക്സ്പേർട്സിനും അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അല്ല. എസ്പെഷ്യലി LLMs വന്നതോടുകൂടി എഐ എല്ലാ ഫീൽഡിലും, ഹെൽത്ത് കെയറിലും ഫിനാൻസിലും HRലും ഓപ്പറേഷൻസിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ടൂൾസ് ഇന്നിപ്പം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൻ കോഡിങ്ങോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തവർക്ക് വെറും കോമൺ സെൻസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഐ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നതാണ്. വേറൊരു ഒപ്പീനിയൻ കേട്ടതെന്ന് പറഞ്ഞാൽ എഐ ഹ്യൂമൻ ബീയിങ്സിനെ ഭയങ്കരമായി